ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ മുതൽ നമ്മൾ ശിവപുരാണത്തെ പറ്റി എപ്പിസോഡായിട്ട് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്, ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും നിറയെ പേർക്ക് ശിവപുരാണത്തെ പറ്റി അറിയാം. പക്ഷേ എനിക്കൊരു കമൻറ്റും കൂടെ വന്നിരുന്നു, ശിവപുരാണത്തെ പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ശിവപുരാണത്തെ പറ്റി ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനാണ് ഞാനിപ്പോൾ ഇത് ആരംഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് തുടർച്ചയായിട്ട് ശിവനെ പറ്റി മാത്രം നമുക്ക് നിറയെ സംസാരിക്കാനുണ്ട്. എല്ലാവരും തുടർച്ചയായിട്ട് വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ശിവപുരാണം പറയുന്നത് എന്താണെന്നാൽ, ശിവനെ ഭക്തിയോടെ സ്മരിക്കണം, പക്ഷേ ശുദ്ധമായ മനസ്സായിരിക്കണം. ഹൃദയത്തിൽ ഭയമില്ലാതെ ഇരുട്ടിൽ പോലും ദീപം പോലെ പ്രകാശിക്കുന്നത് പോലെ ശിവഭക്തൻ ഭക്തിയിലും ധാർമ്മികതയിലും ഉറച്ചവനായിരിക്കണം. ശിവൻ്റെ നാമസ്മരണം അതിനേക്കാൾ വലിയ യജ്ഞമില്ല എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. അന്ധവിശ്വാസങ്ങളില്ലാതെ മനസ്സിലുള്ള ആത്മാവിനെ തിരിച്ചറിയുക, അതാണ് ശിവൻ. നല്ല കർമ്മങ്ങൾ ചെയ്യുക, സത്യവും സഹിഷ്ണുതയും പാലിക്കുക, അഹംഭാവം ഇല്ലാതിരിക്കുക, സ്നേഹത്തോടെ എല്ലാവരെയും കാണുക. ശിവൻ എന്ന് പറയുമ്പോൾ നമ്മിൽ ഉള്ള ചൈതന്യം എന്നതിനെ സ്മരിക്കുക. ഭക്തിയും തത്വചിന്തയും ഒത്തുചേരുമ്പോൾ അതാണ് ശിവഭക്തിയുടെ ഉന്നതയിൽ നമ്മളെ എത്തിക്കുന്നത്. ശിവപുരാണം ഒരു കഥാപുരാണമല്ല കേട്ടോ, അതൊരു ജീവിത പാഠമാണ്. ശിവനെ ഭയപ്പെടുത്തേണ്ടതില്ല, മനസ്സു തുറന്ന് സ്നേഹിക്കേണ്ടതേയുള്ളൂ. അതായത് ശിവനെ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. ഭക്തിയോടെ ശിവനെ സ്മരിച്ചാൽ ജീവിതത്തിൽ എത്ര വലിയ കുഴപ്പമായാലും നമ്മളെ നയിക്കുന്നത് ശിവപുരാണം തന്നെയാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ തുടർന്ന് കാണുക. ശിവപുരാണത്തെ പറ്റിയാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളായിട്ടും നമ്മളിനി കാണാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്നത്, അറിയാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ശിവപുരാണത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും ഭൂതകാലത്തെ നമ്മൾ മറക്കരുത്, ഭാവിയിലേക്ക് പോകണ്ട. ഇപ്പോൾ ഇവിടെ ശിവനുണ്ട്. ശിവനെ അറിയാനും മനസ്സിലാക്കാനും ആത്മാവിൽ ഏറ്റുവാങ്ങാനും ഇതുപോലെ ഒരു ഗ്രന്ഥം വേണമെങ്കിൽ അതുതന്നെയാണ് നമ്മുടെ ശിവപുരാണം. ശിവപുരാണം ഒരു പഴമയുള്ള മഹാപുരാണമാണ്. ഹിന്ദുമതത്തിൽ 18 പ്രധാന പുരാണങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ആഴമുള്ള ആത്മീയത നിറഞ്ഞത് ശിവപുരാണമാണ്. വ്യാസഭഗവാൻ തന്നെയാണ് ഇതിൻ്റെ രചയിതാവ്. ഇത് ഏകദേശം 24,000 ശ്ലോകങ്ങൾ 7 സംഹിതകളായി വിഭജിച്ചിരിക്കുന്നു. ശിവൻ്റെ മഹത്വം, സൃഷ്ടിയും ലയവുമുള്ള തത്വങ്ങൾ, ഭക്തിയുടെയും മോക്ഷത്തിൻ്റെയും രഹസ്യങ്ങൾ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ശിവപുരാണം ഒരു കഥാപുരാണം മാത്രം ആയിട്ട് കാണരുത്. ഇത് ഒരൊറ്റ വ്യക്തിയുടേതോ ദേവതകളുടെയോ കാഹളമല്ല. ഇത് പരമാത്മാവിൻ്റെ ഗാഥയാണ്. ശിവൻ ആരാണ്? ശിവൻ എല്ലായിടത്തുമുള്ളവൻ, അനാദിയും അനന്തനും, സൃഷ്ടാവും സംഹാരകനും കൃപാസമുദ്രനുമായ തത്വമാണ് ശിവൻ. ഈ പുരാണം നമ്മളെ ദൈവത്തെ ഭക്തിയോടെ സ്മരിക്കാൻ മാത്രം പഠിപ്പിക്കുന്നില്ല, പകരം ആത്മാവിൽ ദൈവത്തെ തിരിച്ചറിയാൻ പരിശീലിപ്പിക്കുകയാണ്. തീർച്ചയായും ശിവപുരാണം മനസ്സറിഞ്ഞ് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അത് കണ്ണ് നിറയാതെ ഇരിക്കുകയില്ല. തീർച്ചയായിട്ടും അവരുടെ കണ്ണുനീരിൽ ഒരു തൊട്ട് കണ്ണുനീരെങ്കിലും വീണിരിക്കും. ശിവപുരാണം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ശിവഭക്തൻ എങ്ങനെയാകണം, കർമ്മം എങ്ങനെ നിർമ്മലമാക്കാം, ശിവനെ അനുസ്മരിക്കുമ്പോൾ ജീവിതത്തിലെ കുരിശുകൾ എങ്ങനെ നീങ്ങിപ്പോകും. കുരിശുകൾ ഉദ്ദേശിച്ചത് പ്രശ്നങ്ങൾ. നമ്മുടെ ഈ കുഞ്ഞുനാൾ ജീവിതം, ഈ ചെറിയ ജീവിതം എങ്ങനെ ആത്മാർത്ഥതയോടെ ജീവിക്കാം, ഇവയെല്ലാം ഇതിൽ വിശദമായി പറയുന്നുണ്ട്. ഈ പുരാണം നമ്മെ ഭയമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുവാനും ആത്മാവിനെ ശുദ്ധിയാക്കാനും പഠിപ്പിക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് ശിവപുരാണം. നമുക്ക് ശിവപുരാണത്തിൻ്റെ ഘടനയെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ഇത് 7 ഭാഗങ്ങളിലായി വിഭജിച്ചിരിക്കുകയാണ്. വിദ്യേശ്വര സംഹിത, രുദ്രസംഹിത, ശതരുദ്ര സംഹിത, കോടിരുദ്ര സംഹിത, ഉമാസംഹിത, കൈലാസ സംഹിത, വായവീയ സംഹിത. ഓരോ സംഹിതയും പൂജാവിധികൾ മുതൽ ശിവൻ്റെ ലീലകൾ, തത്വചിന്തകൾ, പാർവതീദേവിയുടെ ഗാഥകൾ, ശിവഗണങ്ങൾ വരെ വിശദമാക്കുന്നു. ഇത്ര വലിയൊരു പാരമ്പര്യത്തെ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു നിർത്താനാണ് ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ പുരാണത്തിലേക്ക് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ആഴത്തിൽ കടക്കാൻ പോവുകയാണ്. എന്തെങ്കിലും രഹസ്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
അതോ ഈ പുരാണത്തിൽ ഉണ്ട്? അതത്രയും ഈ ശിവപുരാണത്തിൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി എല്ലാം ഉണ്ട്. ശിവപുരാണം കേൾക്കുന്നത് ഒരു അനുഭവമാണ്, ഒരു ദർശനമാണത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നോക്കാം. ശിവനെ മനസ്സിൽ വെച്ച് ശിവപുരാണത്തിലൂടെ ആത്മതത്വം തേടാം. ശിവായ നമഃ. നന്ദി, നമസ്കാരം.